ചാരിയക്കാരൻ ലീഗുകാരൻ വിചാരിക്കുമ്പോ ഇതങ്ങ് ഒലിച്ചു പോകുന്ന വിചാരിച്ച് ചാരിയക്കാരനോട് പറയുന്നത് നമുക്ക് വായ മൂടി ഇരുന്നോ, രക്ഷ വേണോ നിനക്കൊക്കെ രക്ഷ വേണോ, വായ മൂടി ഇരുന്നോ. അല്ലാതെ സമസ്തയെടുത്തേക്ക് വരരുത്. പിന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതും അള്ളാഹുവിന്റെ ഔലിയാക്കൾ കെട്ടിപ്പടുത്തി തന്നെയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഞങ്ങളുള്ളത്. പക്ഷേ സമസ്തയെ വിട്ടിട്ട് ഒരു മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും നേതാവ് പ്രസംഗിച്ചാലോ പ്രവർത്തിച്ചാലോ ഞങ്ങൾ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കൂല, ഒരു കാരണവശാലും പിന്തുണക്കൂല. അത് മനസ്സിലായിക്കോ. ഷാഫി ചാലിയം എന്ന് പറയുന്ന വഹാബി ഒന്ന് മനസ്സിലാക്കണം, ഇത് സമസ്തയാണ് മോനെ, സമസ്ത. അയാളെ പണിയെടുത്താൽ പോലെ ഇവിടെ വന്ന വിഷയം സമസ്ത കേരള ജമിയത്തുലമാന്റെ സമ്മേളന പ്രചരണം എന്ന് പറഞ്ഞാണ് പൈതൃകം വെച്ചിട്ട് ആ പ്രസംഗം എന്നൊക്കെ കേട്ട് ഇങ്ങനെ കുത്തുക. അത് ആ മധ്യസ്ഥ നിന്ന മാന്യദേഹം തന്നെ പറയാ സമസ്ത പുറത്താക്കിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, അയാളെ തൊള്ളന്റെ ഉള്ളിൽ എന്തെങ്കിലും കൊണ്ട് തിരികെ വെക്കുകയാണ്. അല്ലെങ്കിൽ അയാളെ ഈ പണിക്കന്നെ പറ്റൂല, അയാളവിടെ ഉത്തർന്നോട്ടെ. അയാൾക്ക് പണി ഓണപ്പാട്ട് പാടലാണ് ഏറ്റവും ഉചിതം ഉണ്ടാക്കുക. അതും പാടി അങ്ങനെ ഉത്തർന്നോട്ടെ. പാണക്കാട്ട് കോലായിൽ ഇരുന്നാൽ മതി, എല്ലാം റെഡിയാവും. ചെന്നായ സുഹൃത്തുക്കളെ, എന്ത് പ്രശ്നം വന്നാണെങ്കിലും അത് പാണക്കാട് നാട്ടിൽ ഇല്ലാതാകല. ഇതല്ല, പാണക്കാട്ടിൽ നിന്ന് പിരിയേറി ഇങ്ങനെ വരിക. ചില സമയത്തെ ചില ആൾക്കാരൊക്കെ ഉപദേശവും നല്ലതാവും എന്ന് പറഞ്ഞ മാതിരി പാണക്കാട് സാധിക്കല് ശിഹാബ് ഒരു മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട പണിയാണ് കോയ സാഹിബ് ഇത്രയും നേരാക്കിയത്. കാസർഗോഡിലെ നമ്മളെ തങ്ങന്മാരൊക്കെ കാരണം ഇത്രയും കാലം സമസ്തയുമായിട്ട് വലിയൊരു അടുപ്പം പോലും കാണിക്കാത്തവരൊക്കെ ഇപ്പം അതിലേക്ക് വന്നിട്ട് അതിന് തണലേകുന്നു, അതിന് ശക്തി പകരുന്നു. കുമ്പോല തങ്ങന്മാരൊക്കെ അതിന് ശക്തി പകരുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായി, അവർക്കൊക്കെ അള്ളാഹു അവർക്കൊക്കെ അറിയിച്ചു കൊടുത്തു, ഇത് സമസ്തയാണ്, ഇതിന്റെ പിന്നിൽ നിൽക്കണമെന്നുള്ള മനസ്സിനെ കൊടുത്തു അള്ളാഹു. അവര് കാണുന്നില്ലേ, രാവും പകലും ഉറക്കും മൂന്നുമില്ലാതെയാണ് അവര് ആ സമ്മേളനത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടും അവിടത്തേക്ക് എന്തേരം യാത്ര ചെയ്ത് അവിടെ പോയി ദ്വാ ചെയ്ത് ആ സമ്മേളന നഗരി തന്നെ ഒരു ശുദ്ധമാക്കിയിരിക്കുകയാണ്. ആലിമീങ്ങളും പണ്ഡിതന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കളും വന്ന് ആ നഗരി തന്നെ ശുദ്ധമായിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും വലിയ ബർക്കത്തെടുക്കാൻ പറ്റിയ ഒരു സ്ഥലം പോലെ ആയിരിക്കുകയാണ് കുണിയ. അറിയോ, ഇപ്പൊ മിനിഞ്ഞാന്ന് മലപ്പുറം ജില്ലയിൽ ഒരു പച്ചപ്പപ്പായ നടൻ പറഞ്ഞ തങ്ങള്, ഒരു വലിയൊരു പണ്ഡിതൻ, കൂടുതലൊന്നും ആരും അറിയപ്പെടാത്ത ഒരു അള്ളാഹുവിന്റെ വലി. കാരണം മറ്റൊരു വിധത്തിൽ അള്ളാഹുവിന്റെ മാതൃകയിൽ മാത്രം, അള്ളാഹുവിന്റെ ആ ചിന്തയിൽ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പെട്ടെന്ന് ആ ഗ്രൗണ്ടിലെത്തി വന്നു. അവിടെ വന്ന് ദുആ ചെയ്ത് മൂപ്പര് പോയി നോക്കിയിട്ടുള്ള ഇതിൽ അള്ളാഹുവിന്റെ സുഹൃത്തല്ലേ, അള്ളാഹു ചെയ്തു തരുന്ന സുഹൃത്തമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ അവിടെ എത്തിക്കുന്നു, കാവലേകുന്നു. ഞങ്ങൾക്ക് കാവലുണ്ട് മക്കളെ. ഏത് സ്വഹാബിയും ഏത് വഹാബികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെയും സഹായമുണ്ട്. നിങ്ങൾക്കാർക്കും അത് തകർക്കാൻ കഴിയില്ല. നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വടി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതിനെ പിന്തുടർന്ന് വന്നിട്ട് ഞങ്ങൾ നശിപ്പിക്കാന്ന് വെച്ചാൽ കഴിയൂല. ഇത് സമസ്തയാണ് മക്കളെ, സമസ്ത. ഈ സമസ്തയെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇതിനു മുമ്പ് പല ആളുകളും ശ്രമിച്ചു നോക്കി. പറഞ്ഞാലോ വാണക്കാട്ട കുറ്റം പറഞ്ഞു, വാണക്കാട്ട കുറ്റം പറഞ്ഞു. എന്ത് പാണക്കാട്ട കുറ്റം? ഇത് പാണക്കാട്ട ഒരാൾ കുറ്റം പറയില്ല. അദ്ദേഹം എടുക്കേണ്ട ആ 9 കാര്യം നടപ്പിലാക്കിയാൽ തീരുന്ന പ്രശ്നത്തിലുള്ളൂ. അത് നടപ്പിലാക്കിയിട്ട് സമസ്ത പറയുന്ന നേരാണ് ബീക്കോളി എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്ന്. അതിന്റെ ശേഷം മുണ്ടണ ഏത് ഉമ്മർ പൈസയാണെങ്കിൽ നമ്മളൊക്കെ എതിർക്കാൻ തയ്യാറാവും. അവിടെ നമ്മൾ നിൽക്കേണ്ടത്. പിന്നെ ഇവലൊക്കെ പറയണ പാണക്കാട്ടുകാരെ പറഞ്ഞില്ലേ, പാണക്കാട്ടുകാരെ എന്തിനെപ്പറ്റി ഇടപെട്ട് അപ്പൊ പറച്ചിൽ കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, അതിന് വേഗം പരിഹാരം കാണുക, അത് തീരുമാനാക്കി കൊടുക്കുക. അപ്പൊ പിന്നെ കേൾക്കേണ്ടി വരില്ല. അപ്പൊ പാണക്കാട്ടുകാരെ പറഞ്ഞാൽ ഈ ഹാപ്പി വന്ന് സമസ്തന്റെ പരിപാടിയിൽ വന്ന് സമസ്തനെ കൊട്ടി. അതിന് മറ്റോന് 2 വിഭാഗം ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതില് മറ്റോല് വന്ന് തോണ്ടി, അത് തോണ്ടാനുള്ള അവസരം നമ്മൾ കൊടുക്കുക. ആണ്ട് പറയാ നമ്മളെ മുസ്ലിം ലീഗിനെ പറഞ്ഞാ, മുസ്ലിം ലീഗിന്റെ പേര് അതിൽ ഓടിയും പറയണില്ല, ആരും പറയണില്ല.
അതൊക്കെ ഒന്ന് കേട്ടു നോക്കി. അത് സമസ്തന്റെ ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകളെ പേരാണ് പറഞ്ഞത്. അത് മുസ്ലിം ലീഗിലും ഉണ്ടാവും, അതുപോലെ തന്നെ സമസ്തയിലുള്ളത്. അപ്പൊ കേൾക്കുമ്പോൾ സമസ്തന്റെ വിഷയത്തിലാണ് ഈ പറയുന്നത് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായാൽ മതി. അല്ല ലീഗ് അയിമക്ക് ഏച്ചുവിട്ടേണ്ട ഒരു ആവശ്യമില്ല. ഈ ലീഗ് ഏച്ചുവിട്ടുമ്പോഴാണ് നമ്മളൊക്കെ മൊയന്താകുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് കോയ സാഹിബ് മൂപ്പര് തെണ്ടിത്തരൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ എന്താണ് സാദിഖലി ശിഹാബ് തങ്ങൾ പൈതൃക സമ്മേളനത്തിൽ പറഞ്ഞു സമസ്ത പുറത്താക്കിയ ഈ വിഷയത്തില് സമസ്ത പുറത്താക്കിയിട്ടില്ല. അത് അതിൻ്റെതായിട്ട് വൈക്ക് ഇങ്ങനെ പോകും. മധ്യസ്ഥനാണേ. ഒരു കാര്യം മധ്യസ്ഥത കൊണ്ടുവന്നാണ്ട് 9 കാര്യം ഓല് എഴുതി കൊണ്ടുവരിക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ സമുദായത്തിൽ വെറുതെ തമ്മിൽ തല്ലിച്ചിട പണിയെടുക്കുക. എന്നിട്ട് പറയാ നമ്മള് 9 കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും, അത് നിങ്ങളാണ്ട് അംഗീകരിക്കണം. ഇനി വേറൊരു ഡിമാൻഡ് ഇങ്ങോട്ട് പറയരുത് അറിയാം. ആയിക്കോട്ടെ, പാവങ്ങള് സാധുക്കളും ഉഷാറും കൂടി ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞങ്ങള് അംഗീകരിക്കുന്നു. കുറച്ചൊക്കെ പോരായിട്ടുണ്ട്, എന്നാലും വണ്ടിയിൽ ഞങ്ങൾ പറഞ്ഞ മാതിരി ആയിക്കോട്ടെ. അത് കണ്ട് പറഞ്ഞിട്ട് വേഗം കണ്ട് വരുമ്പം കാണാം 9 കാര്യം ഇനി മൂപ്പര് പ്രസിഡന്റായ CAC അംഗീകരിക്കണ്ടേ. അതിന് മൂപ്പര് ഇന്നാളത്തെ മൂപ്പര് അഭിമുഖത്ത് പറഞ്ഞ് സെനറ്റ് കൂടി പോലും അങ്ങനെ തീരുമാനിച്ചു. ഈ പ്രസിഡന്റ് പൊട്ടന എന്തൊരു മൊയന്ത. അത് അയാൾ അവിടെ നടപ്പിലാക്കുക. അയാൾ കൊടുത്ത 9 കാര്യങ്ങൾ അംഗീകരിക്കൂല എന്നുണ്ടെങ്കിൽ ഞാൻ ആ പണിക്കില്ല എന്ന് പറഞ്ഞ് പോരണ്ടേ. അത് മൂപ്പര് ചെയ്തോ? അതാണ് പറയണേ. ഉമ്മർ വൈസിക്ക് മര്യാദ വേണ്ടതെന്ന് വെച്ചാൽ ഉമ്മർ വൈസി എന്താ പറഞ്ഞത്? ഉമ്മർ വൈസി വിവരം വേണമെന്ന്. ഇപ്പൊ മിഞ്ഞാന്ന് കണ്ടീന് മറ്റേ ഈ സലാം വൈസി പറയുന്നത് പോലും വിവരം ജാക്കോലാണ്. ഉഷാറായി. ഉമ്മർ വൈസി പറഞ്ഞത് കാലിക്ക് വിവരം വേണമെന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ഇന്നെ പറ്റി പറഞ്ഞതാണ്. ഇയാള് കൃത്യമായിട്ട് പറഞ്ഞു പാണക്കാട്ടുകാർക്ക് വിവരം ഇല്ല. ഇപ്പൊ ആരെ സസ്യായി ഇവര് പറയുന്ന കേട്ടാത്തോണോ സമസ്ത കേരള ജമിയത്തുലമയില് കമ്മ്യൂണിസം പ്രചരിപ്പിച്ചുകൊണ്ട് സമസ്തനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുപോകാൻ നമ്മൾ കുറെ കാലമായി പണിയെടുക്കുന്നതെന്ന്. മിസ്റ്റർ ഷാഫി, ചരിത്രപരമായ വല്ല വിവരമുണ്ടെങ്കിൽ ഒരു സാധാരണ ദർസിലൊരു മുത്താലിമിനോട് ഏറ്റുമുട്ടാൻ പറ്റുമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നത്. ഇതിന് വല്ല തെളിവുണ്ടോ? മറിച്ച് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരിക്കെ സാദിഖലി ശിഹാബ് തങ്ങൾ അതിൻ്റെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ കരുനീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് കാളമ്പാടി ഉസ്താദ് വഫാത്തായ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ അണിയറയിൽ നടന്ന ചർച്ച എന്തായിരുന്നു പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചാൽ മനസ്സ് പറഞ്ഞുതരും. മെല്ലെ ഹൈദർലി തങ്ങളെ പ്രസിഡൻ്റാക്കുക, എന്നിട്ട് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ട് സാദിഖലി തങ്ങളെ കൊണ്ടുവരിക. കാരണം ഹൈദർലി ശിഹാബ് തങ്ങളെ പ്രസിഡൻ്റാക്കിയപ്പോൾ പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ തങ്ങൾ ഇവരെ തീരുമാനത്തോടൊന്നും അങ്ങനെ യോജിക്കാറില്ല. എന്നെ ആദ്യം അംഗീകരിച്ചത് സമസ്തയാണ്. ഞാൻ ആദ്യം നേതാവായത് SYS-ലൂടെയാണ്, SSF-ലൂടെയാണ്. അതുകൊണ്ട് സമസ്തക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്ന തങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തിട്ടൂരത്തിനോ അവരുടെ കുതന്ത്രങ്ങൾക്കൊന്നും ഹൈദർലി ശിഹാബ് തങ്ങൾ ഒരു കാലത്തും വഴങ്ങിയിട്ടില്ല. അപ്പോൾ തങ്ങളെയും കൊണ്ടു നടന്നവർക്കും മടുത്ത്. ആ മടുപ്പ് വഫാത്ത് കാലഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു സമസ്തൻ്റെ പ്രസിഡന്റ് വഫാത്തായപ്പം എല്ലാം തങ്ങളങ്ങോട്ട് നീക്കിയിട്ട് സാദിഖലി തങ്ങളെ പ്രസിഡൻ്റാക്കാൻ നോക്കിയ മഹാന്മാരാ. അപ്പോഴാണ് ആ സംഭവം മണത്തറിഞ്ഞിട്ട് നമ്മൾ ഉമർ ഫൈസിനെ പോലുള്ള ആൾക്കാർ കാര്യങ്ങളൊക്കെ കരുനീക്കി കൂട്ടുമല വാപ്പുലിയാരെ പോലുള്ള ആൾക്കാർ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പ്രസിഡൻ്റാക്കാൻ ഹൈദർലി ശിഹാബ് തങ്ങളാണ് തീരുമാനം എടുക്കുന്നത്. അന്നേ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ സമസ്തനെ സഹായിച്ചിട്ടുണ്ട്. ഒന്നും ഉണ്ടായിട്ടല്ല. ഹൈദർലി ശിഹാബ് തങ്ങൾ പ്രസിഡൻ്റായി വന്നതുകൊണ്ടൊരു കുഴപ്പമുണ്ടായിട്ടല്ല. എല്ലാ അംഗീകാരവും തങ്ങൾ വകവെച്ചുകൊണ്ട് തന്നെ അവർ നല്ല സുഹൃത്തുക്കളായി, ഒരിക്കലും പിരിയാത്ത ബന്ധമായിരുന്നു അവർ. ആ നിലയിൽ മരണം വരെ അവർ തുടരുകയും ചെയ്തു. അതിൻ്റെ ഒരു മഹത്വവൽക്കരണം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈദർലി തങ്ങൾ വഫാത്തായ സമയത്ത് ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തങ്ങളെ മയ്യത്തസ്കാരം നടത്തിയ കബറിൻ്റെ അടുത്തുനിന്നാണ്. അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് ആ ചതികളും കുതന്ത്രങ്ങളും നടന്നതെന്ന് ഒരു പോസ്റ്റ്മോർട്ടം ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഈ വോയിസ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല.
അതും സെൽഫി എടുക്കണം വ്യത്യാസം എത്ര ഉണ്ട് സോയ സാഹിബ് എന്താ നിങ്ങളെ കഥ? ഈ പ്രശ്നമൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ മൂപ്പരോടൊന്നും പറയും, വലിയ തൊപ്പിട്ട വലിയ തറവാട്ടിലെ കാരനോരോടെ ഒന്ന് പറഞ്ഞാണ്ട് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറയും. അപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് രാത്രി മൂപ്പര് വിളിച്ചിട്ട് ഞാനിതാ പറയാൻ പോകണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ സാധുക്കളെ പറ്റിച്ച് അവിടെ എന്നാലും വേണ്ടിയില്ല, ഉമ്മർ വയസ്സിനെ ഞങ്ങൾ ശാസിച്ചെന്ന് പറഞ്ഞോളാം, എന്നാലും വേണ്ടിയില്ല. ഇനിയിപ്പോ അത് നടപ്പിലാവും തോന്നുന്നുണ്ടെങ്കിൽ മൂപ്പരിഞ്ഞ് വേദിറ്റിയാ പോരും. സമസ്തയും വാഫിയും ഒരു കുഴപ്പമില്ല, സമസ്ത അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, ഒരു രേഖയിലും ഇല്ല. ആ ഞാൻ 9 കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ രാജിവെക്കൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല, എനിക്ക് അതിന് സമയമില്ല, പാലും വെള്ളവും വിറകും കൊള്ളി ചാരം വണ്ടും തേനും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടത്തരം പറയാൻ പിന്നെയും വരും. ആ സാധുവിനോട് നിങ്ങൾ എന്ത് ചെയ്യാറോ, ഒരു മെസ്സേജ്, നിങ്ങളൊക്കെ വലിയ വലിയ ഉസാറുള്ള ആൾക്കാരാണല്ലോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനൊക്കെ ആവാൻ പറ്റില്ല, നിങ്ങൾ തൽക്കാലം ഒന്നെങ്കിൽ മുണ്ടാതെക്കുക, അല്ലെങ്കിൽ തൊള്ളൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തിരികെ വെച്ചോളി എന്ന് പറഞ്ഞു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആർക്കും തകർക്കാനോ തളർത്താനോ കഴിയുന്ന ഒരാളല്ല മുക്കം ഉമർ ഫൈസി. മനസ്സിലായ? അദ്ദേഹത്തെ പറ്റി മനസ്സിലാവായിട്ടാണ്. ഏതെങ്കിലും രാഷ്ട്രീയ രാജാക്കന്മാരോ അല്ലെങ്കിൽ അതിന്റെ സെങ്കിടികളോ വിചാരിച്ചാൽ തകരുന്ന ഒന്നല്ല ഉമർ ഫൈസി. മനസ്സിലായ? ആദർശം ഏതൊരുത്തന്റെ മുമ്പിലും വെട്ടിത്തുറന്ന് സംസാരിക്കാൻ കേൾപ്പുള്ള ഒരു നേതാവാണത്. സമസ്തന്റെ അജയ്യനായ നേതാവ്. സമസ്തക്ക് ഞാനൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ സമസ്തക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഉമർ ബൈസിനെ തോളിയിട്ട് കാര്യമില്ല. ഇതിന്റെ ഒന്നാമത്തെ പ്രതി കുഞ്ഞാലിക്കുട്ടിയും രണ്ടാമത്തെ പ്രതി ഈ തങ്ങള. ആ 9 കാര്യം നടപ്പിലാക്കിയെങ്കിൽ മിനിറ്റുകളെ കൊണ്ട് തീരേണ്ട പ്രശ്നം ഈ കോലത്തിലേക്ക് എത്തിച്ചാണ്ട് ഇപ്പൊ പറയാ ഉമ്മർ ബൈസി എത്തും ഉമ്മർ ബൈസി. അത് നടപ്പിലാക്കിയ ഉമർ ബൈസിയും മുണ്ടൂല, ഒരു കുട്ടികൾക്കും മുണ്ടാട്ടും ഉണ്ടാവില്ല, ഈ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങും ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം. ആ 9 അംഗീകരിക്കാണ്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളി എന്ന് വാപ്പികളോട് പറഞ്ഞാൽ പോരെ. എന്താപ്പം അതിനൊക്കെ മറുപടി? വാപ്പികൾ കണ്ടില്ല പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാനുള്ള മറുപടി മധ്യസ്ഥന്മാർക്ക് കൊടുത്തുക്കണ്, ഇവർക്ക് അത് പുറത്തിട്ടാൽ നാറും. അത് എൻ്റെ നേതാവ് സാദിഖലി ശിഹാബ് തങ്ങളോട് എനിക്കിപ്പോൾ അത് നേതാവായി തോന്നുന്നില്ല. കാരണം മുനാഫിക്കിന്റെ പണിയാണ് മുമ്പേ എടുത്തത്. 11:30 മണിക്ക് ഒരു വലിയ ഉസ്താദിനെ വിളിച്ചിട്ട് പോരെ, ഞാൻ 2-3 ദിവസം കൊണ്ട് ഇത് തീരുമാനം പറയാൻ പോവേനി, അപ്പോഴാണ് മൂപ്പരാക്ക ഇത് പറയണത്. അപ്പൊ ആ ഉസ്താദ് പറഞ്ഞ എന്നാ ആയിക്കോട്ടെ, ഞാൻ ഉമർ ബൈസിനെ വിളിച്ചുകൊണ്ട് അത് തിരുത്താൻ പറയാം. അങ്ങനെയാണ് ശാസിക്കണേ. ഈ 2 ദിവസമല്ല 15 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയാത്ത ഇനി 2 ദിവസം കൊണ്ട് മൂക്ക് വച്ച് കയറ്റാൻ കഴിയുമോ പേർക്ക്? ആണ്ട് പറയാണ് വല്ലപ്പോയനോട് പറഞ്ഞാളാ ശാസിച്ചാണ്, ശരി തന്നെയാണ്. എന്നാലും മാണ്ടിയില്ല, കാരനോരെ ശാസിച്ചിട്ടെങ്കിലും അഞ്ചൻ നന്നാകട്ടെ എന്നാണ് പൊന്നാര കുട്ടി അതോട് ഉദ്ദേശിച്ചത്. നന്നാകൂല എന്ന് തന്നെയാണ് അഞ്ചൻ പറയണത്. ഇതിന് കഴിയൂലെങ്കിലേ മൂപ്പരോട് ആ കോലായിൽ ഇരുന്നാണ്ട് വിറക് കത്തിച്ച് ഉത്തർക്കാൻ പറയും, അതാണ് ഏറ്റവും നല്ലത്. മൂപ്പർക്ക് എന്തോ ഒരു വാശി പോലെ സമസ്ത തള്ളിയ സംവിധാനത്തെ സമസ്തന്റെ കീഴിലാണോ എന്നുള്ള പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് പൈതൃക സമ്മേളനത്തിലും പറഞ്ഞിരിക്കുന്നത് വഫിയ സമസ്തന്റെ കീഴിലാണ്. നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് എന്തോ ഒരു പേടിയും ബേജാറും ഒരു വാശിയൊക്കെ ഉണ്ട്. പുറത്ത് പറഞ്ഞാല് സമസ്തന്റെ കീഴിലല്ല എന്നുള്ള അത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രസിഡന്റ് സ്ഥാനം CIC ചെയർമാൻ സ്ഥാനം രാജിവെച്ചാലേ വാഫികളെ മറ്റൊക്കെ എന്താ പുറത്തു വിടുന്ന ഒരു സംശയമുണ്ട്. അങ്ങനെ എന്തോ ഒരു പേടി കുടുങ്ങിക്കണ മൂപ്പർ. അതുകൊണ്ടാണ് ധൈര്യം ഇല്ലാത്ത എല്ലാ വേദികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമസ്തന്റെ കീഴിലാണ്. അതിന് ആരാണ് ആ വഴി വെച്ചത് അതൊന്ന് എഴുതി വിട്ടാ ചെയ്യും. ഇവിടെ സമസ്ത ഒരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൽ മുസ്ലിം ലീഗിന് എന്താണ് ബന്ധം അതെനിക്ക് പറഞ്ഞെന്നാ. മുസ്ലിം ലീഗ് ഇതിൽ എന്തിനാ ഇടപെടേണ്ടി വന്നത്? മധ്യസ്ഥ റൂളാണെങ്കിൽ അതിന് മധ്യസ്ഥം നിൽക്കുമ്പോൾ അതിനനുസരിച്ച് നിൽക്കണ്ടേ? മധ്യസ്ഥന്മാര് ഒരു ആശയം കൊണ്ടുവന്നാൽ അത് രണ്ടോടത്തും നടപ്പിലാക്കണ്ടേ? ഒരു ടീമിന് നിങ്ങൾ നടപ്പിലാക്കിക്കോളി, ഞങ്ങൾ ഇതാ കൊണ്ടുവരാൻ പോണേ, അല്ലെങ്കിൽ ഞാൻ പോരുന്ന് അറിഞ്ഞാണ് പോവുക.
അണ്ട് മൊയന്താകുക, അണ്ട് സാപ്പിനെ പോലത്തെ ഇങ്ങനെ രാഷ്ട്രീയക്കാരിങ്ങനെ ഇതിനെ കൊട്ടുക, അണ്ട് ഇവര് മുണ്ടാതെ അങ്ങനെ കുത്തിറക്കുക. അത് വല്ലാത്തൊരു അത്ഭുതമാണുള്ളത്. ഇതിൽ മുസ്ലിം ലീഗിന് യാതൊരു ബന്ധവുമില്ല. സമസ്ത ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് മുസ്ലിം ലീഗ് ഇതിൽ ഇടപെടേണ്ട ആവശ്യം ഇല്ല. ഈ പറഞ്ഞ സാധിക്കൽ ജീവിതങ്ങൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അത് പോലും തീരുമാനിച്ചത് അതായിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ ആരെയും പറയാൻ വരൂലേനി. അല്ലെങ്കിൽ അതിന് തീരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ടേനി. അതിന് കയ്യുണ്ടോ? ഇപ്പൊ ഇങ്ങനെ എഴുതി വിടുണ്ടല്ലോ. എന്താ ഇപ്പൊ അതിൽ സത്യമുള്ളത്? പണ്ഡിതന്മാർ രാഷ്ട്രീയത്തിനെ കൊഞ്ഞനം കുത്തുന്നത്, രാഷ്ട്രീയക്കാർ ഇങ്ങോട്ട് കൊഞ്ഞനം കുത്തുന്നതുകൊണ്ടാണ് സുഹൃത്തെ അങ്ങോട്ട് കൊഞ്ഞനം കുത്തുന്നത്. അതാദ്യം പഠിച്ചത്. ഇപ്പൊ ഷാഫിന്റെ പ്രസംഗം കേട്ടിട്ട് ഏതെങ്കിലും മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഏതായത് ഇയാളൊരു കോമഡി, ഒരു നല്ലൊരു തറവാട്, ഒരു സയ്യിദ് ബാക്കിയുള്ളവരെയും കൂടി ഇയാൾ പറയിപ്പിച്ചല്ലോ. നല്ലപോലെ കെട്ടി പറഞ്ഞു പോയി. അതിന്റെ ഇടയിൽ ഞാൻ വലിയ സംഭവം തോന്നി. അഹങ്കാരം വന്നാൽ തന്നെ പോയി, കുർത്തം പൊട്ടിയില്ലേ. ഇയാൾക്ക് ഇനി നല്ലതെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാല്ലേ, ആണ്ട് നിയമസഭയെ പോയിട്ട് ഇങ്ങനെ കുത്തിത്തീർപ്പൊക്കെ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ആളാന്ന് തോന്നുന്നുണ്ട്. അതിക്കാണ് ഏറ്റവും ഉചിതം. സുഹൃത്തുക്കളൊന്നും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. കാരണം ഇതുപോലുള്ളൊരു നേതാക്കൾ ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് കിട്ടിയത് തന്നെ വലിയ സുഹൃത്താണ്. ഒന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഒന്ന് ഈ മുക്കം ഉമർ ഫൈസി, അതുപോലെ ഉള്ള കുറച്ച് നേതാക്കന്മാർ, കുറച്ച് പണ്ഡിതന്മാരെ നമുക്ക് കിട്ടിയത് ഇസ്സത്ത് പണയം വെക്കേണ്ടി വന്നില്ല. പിന്നെ ചില തലയിക്കെട്ടന്മാരുണ്ട്, ഇസ്സത്ത് പണയം വെച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ കാലിനടിയിൽ കൊണ്ടുപോയിട്ട് അയാളുടെ തലയിക്കെട്ട് വെക്കുന്ന ചില തലയിക്കെട്ടന്മാരുണ്ട്. അവരോടൊന്ന് പറയാനുള്ളത്, ഇസ്സത്തുള്ളവർ ഇതിൽ ജീവിച്ചിട്ടുണ്ട്. സമസ്ത എന്ന പ്രസ്ഥാനത്തിൽ ഇസ്സത്തുള്ളവർ ജീവിച്ചിട്ടുണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിലും തലകുനിക്കാതെ ആദർശം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്നും സമസ്തയിലുണ്ട്. അത് ഞങ്ങൾക്ക് വലിയൊരു സുഹൃതം തന്നെയാണ്. പിന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ഈ 100-ാം വാർഷികമാകുമ്പോൾ അള്ളാഹു ഒരു വലിയൊരു മനുഷ്യനെ കൊണ്ടു കൊടുത്തില്ലേ? സമസ്തക്ക് കൊടുത്തില്ലേ? ഈ സമസ്തൻ്റെ 100-ാം വാർഷികം നടക്കുന്ന കുണിയായി എന്ന് പറയുന്ന ആ ദേശത്തെപ്പറ്റി ഒന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടോ? ആരെങ്കിലും ഇതിനു മുമ്പ് അറിയുമോ? അങ്ങനെ ഒരു മനുഷ്യനുണ്ട് എന്ന് തന്നെ പോലും ആർക്കെങ്കിലും അറിയുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. 100-ാം വാർഷികം നടക്കുമ്പോൾ ഇത്ര വലിയൊരു സജ്ജീകരണങ്ങളൊക്കെ കൊടുക്കാനും കൊടുക്കാനും മനസ്സ് വന്ന ഒരു വലിയൊരു മനുഷ്യൻ, അത് അള്ളാഹു എത്തിച്ചു കൊടുത്തു. നിങ്ങൾ ചിന്തിക്കൂ. അതും സമസ്തൻ്റെ ഒരു സുഹൃതമല്ലേ? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തിയിൽ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ തൃപ്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത എന്ന് തെളിയിച്ചില്ലേ? ആ സുഹൃതം കൊണ്ട് തെളിയിച്ചില്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞില്ല, ഇനിയുണ്ട്.